എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടാം. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടാം. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. കാഹള ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമായി, കഷ്ടങ്ങളേറ്റയൻ പ്രിയനെ കാണാറായി. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. എന്നോ നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയനെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. നമുക്ക് ഒരു പാട്ടും കൂടെ പാടാമെന്ന് വിചാരിക്കുന്നു. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. രോഗദുഃഖ സങ്കടങ്ങളൊന്നുമില്ലായേ, സൗഖ്യത്തോടെ എന്നും വാഴാം എന്തോരാനന്ദം. രോഗദുഃഖ സങ്കടങ്ങളൊന്നുമില്ലായേ, സൗഖ്യത്തോടെ എന്നും വാഴാം എന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. നഷ്ടം കഷ്ടം വ്യാകുലങ്ങളൊന്നുമില്ലായേ, നഷ്ടപ്പെടാ ഭാഗ്യമുണ്ട് എന്തോരാനന്ദം. നഷ്ടം കഷ്ടം വ്യാകുലങ്ങളൊന്നുമില്ലായേ, നഷ്ടപ്പെടാ ഭാഗ്യമുണ്ട് എന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. ദൂഷണങ്ങളെ ക്ഷണികളൊന്നുമില്ലായേ, ദുഷ്ടരില്ല എല്ലാം നല്ലോരെന്തോരാനന്ദം. ദൂഷണങ്ങളെ ക്ഷണികളൊന്നുമില്ലായേ, ദുഷ്ടരില്ല എല്ലാം നല്ലോരെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. യോഗ്യത യോഗ്യതകളൊന്നുമില്ലായേ, യോഗ്യരായ ഭക്തർക്കെല്ലാം എന്തോരാനന്ദം. യോഗ്യതകളൊന്നുമില്ലായേ, യോഗ്യരായ ഭക്തർക്കെല്ലാം എന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ,
അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ, യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. എന്റെ നാട്ടിൽ ഇന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. പ്രതികാരം പ്രതിഷേധം ഒന്നുമില്ലായേ, പ്രതിഫലം പ്രാപിച്ചവർക്കെന്തോരാനന്ദം. പ്രതികാരം പ്രതിഷേധം ഒന്നുമില്ലായേ, പ്രതിഫലം പ്രാപിച്ചവർക്കെന്തോരാനന്ദം. യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. ഹല്ലേലൂയ, യേശുവെ കാണുവേൻ, അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടുവേൻ. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. എന്റെ നാട്ടിൽ എന്നു ചേരും, എന്റെ വീട്ടിൽ അണയുവേൻ. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ മനോഹരമായ അർത്ഥവത്തായ ഗാനങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുവിൽ ഞാൻ ചേരുമേ, അവനിൽ കാണുമേ. എത്ര ഭാഗ്യകരമായ പ്രത്യാശയാണത്, എത്ര മനോഹരമായ നമ്മുടെ ആഗ്രഹമാണത്. അതിനായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതാണ് നമ്മുടെ ഏക പ്രത്യാശ, അതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ, അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മൾ ജീവിക്കുന്നതിന്റെ കാരണം അതാണ്. അതുകൊണ്ട് എത്ര പ്രത്യാശ നിർഭരമായ ഗാനങ്ങൾ ആലപിച്ച് നമുക്ക് ഇന്ന് സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. കർത്താവായ യേശുക്രിസ്തു വചനം പറയുന്നത് പോലെ നമ്മുടെ ശ്വാസനാളത്തിലിരിക്കുന്ന ജീവശ്വാസത്തിന് നമ്മൾ നന്ദി പറയേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പുതിയതായിട്ട് കടന്നു വന്ന വ്യക്തികളെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു ചെറിയ വിഷമമുണ്ടായ കാര്യം, വാട്സപ്പിലൂടെ ലിങ്കുകൾ അയക്കാൻ കഴിയാതെ പോയത്. എന്തായിരുന്നാലും നേരിട്ട തടസ്സത്തിന് നിങ്ങളോടെല്ലാവരും നിർവ്യാജം ഖേദിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കണം. എന്നിട്ടും നിങ്ങളെല്ലാവരും കടന്നു വന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഇത് ദൈവത്താൽ സംഭവിക്കുന്നതാണ്, നമ്മുടെ കാര്യമൊന്നുമല്ല, നമ്മുടെ ഒരു വ്യക്തിയുടെയും മഹത്വമല്ല, ദൈവത്താൽ സംഭവിക്കുന്നു. ഇത് ദൈവേഷ്ടമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രയും പേർക്ക് ചേരാനായിട്ട് കഴിഞ്ഞതെന്ന് ഞാൻ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഈ മീറ്റിംഗിന്റെ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കാം. ഏലിയ മച്ചാക്കോ നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിസ്റ്റർ ഏലിയ മച്ചാക്കോ അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോയുടെയും അഡ്വന്റിസ്റ്റ് മീഡിയ സെന്ററിന്റെയും മുൻ പ്രവർത്തകയാണ്. മുൻപ് റേഡിയോയിലൂടെ അവരുടെ കഥകളും ശബ്ദങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. സിസ്റ്റർ ഏലിയ മച്ചാക്കോ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. തീർച്ചയായിട്ടും ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗിന്റെ പ്രാരംഭമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഏലിയ മച്ചാക്കോ നമ്മളെ പ്രാർത്ഥനയിലേക്ക്. ഓക്കെ പാസ്റ്റർ. സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല കർത്താവേ, ദൈവമേ, ഈ ദിവസത്തിന്റെ പകൽ മുഴുവനും ഞങ്ങളെ ക്ഷേമത്തോടെ കാത്തുസൂക്ഷിച്ചു പരിപാലിച്ചു. ഈ സന്ധ്യാസമയത്ത് ഞങ്ങൾക്ക് കുറച്ചു പേർക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാനും പിതാവേ നിന്റെ വചനത്തെ ശോധനം ചെയ്ത് പഠിക്കുവാനും നീ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നേ കർത്താവേ. നീ ഞങ്ങളുടെ കൂടെ ഇരിക്കുമാറാണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കുമാറാണമേ. പഠിപ്പിക്കുന്ന വ്യക്തിയെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അതുപോലെ ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധാത്മാവിനെ തരണമേ. മനസ്സിലാക്കുവാനുള്ള കഴിവിനെ തരുമാറാണമേ കർത്താവെ. ഞങ്ങൾ പഠിക്കുന്നവരായിട്ട് മാത്രമല്ല പിതാവേ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കി രൂപാന്തരപ്പെടുത്തി ജീവിക്കുവാനും പിതാവെ നീ ഞങ്ങളെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നേ. നിന്റെ കൃപയാൽ നടത്തുമാറാണമേ. ഞങ്ങൾ ജീവിക്കുന്നത് അന്ത്യകാലത്താ പിതാവേ.
ദൈവമേ, നിന്റെ കൃപ ഞങ്ങൾക്ക് ധാരാളമായി വേണം കർത്താവെ. അതുകൊണ്ട് ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, നീ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ഞങ്ങൾ നിന്റെ വഴിയിൽ നടപ്പാനും നിന്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിപ്പാനും പിതാവേ നീ ഞങ്ങളെ സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന നടത്തുന്ന മകനെ നീ അനുഗ്രഹിക്കുമാറാണമേ. മകന്റെ ജോലിയിൽ നീ കൂടെ ഇരിക്കുമാറാണമേ കർത്താവെ. ആ AWR കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാനും മറ്റുള്ളവർക്കെല്ലാം അനുഗ്രഹമായി തീരുവാനും പിതാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം, യേശു നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ നന്ദി ശ്രീലിയമ്മ ചാക്കോ, വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമുക്കൊരു പ്രത്യേക ഗാനം കേൾക്കാവുന്നതാണ്. സിസ്റ്റർ മെറീന ജോൺസൺ നമുക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഗാനം ആലപിക്കുന്നതാണ്. ഈ ഗാനം ആലപിക്കുമ്പോൾ ശരിക്കും ആ വരികൾ നമുക്ക് മുന്നിൽ വരച്ചിടുന്ന ചില ചിത്രങ്ങളുണ്ട്. മനോഹരമായ ചിത്രങ്ങളാണ്. ഓരോ വരികളിലും അതിൻ്റെ വരികളുടെ ഭംഗിക്കൊപ്പം അതിൻ്റെ ശബ്ദത്തിനും താളത്തിനും ഒക്കെ അപ്പുറം അത് നമുക്ക് മുന്നിൽ വരച്ച് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ദൈവത്തിന്റെ കരുതലിന്റെയും ഒക്കെ മനോഹരമായ ചിത്രങ്ങൾ അത് നമുക്ക് ആ വരികൾ ആലപിക്കുമ്പോൾ, ഭാവനയിൽ കാണാൻ ശ്രമിക്കുമ്പോൾ ആ പാട്ടുകൾ നമ്മളോട് സംവാദിക്കുന്നത്, നമ്മുടെ മനസ്സിനോട് സംവാദിക്കുന്നത്, നമ്മുടെ ആത്മാവിനോട് സംവാദിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയും. തീർച്ചയായിട്ടും സിസ്റ്റർ മെറീന ജോൺസൺ സാറേ കേൾക്കാമോ? കേൾക്കാം. നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. ചേർന്നിടും ഞാൻ ശുദ്ധരത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരത്ത്. പാടിയിടും രക്ഷയും ഗാനം, നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, മേഘത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും വന്നേ. എന്നെ സ്നേഹിച്ച നാഥൻ, എന്നെ സ്നേഹിച്ചു ജീവൻ തന്നവൻ നാഥൻ, മേഘത്തിൽ എന്നെ ചേർപ്പാൻ വീണ്ടും വന്നീടും. എന്നെ സ്നേഹിച്ച നാഥൻ വാനിൽ കാഹളനാദം മുഴങ്ങുമന്നാളിൽ, ചേർന്നിടും പ്രിയനൊത്തു ഞാൻ. വാനിൽ കാഹളനാദം മുഴങ്ങുമന്നാളിൽ, ചേർന്നിടും പ്രിയനൊത്തു ഞാൻ. ചേർന്നിടും ഞാൻ ശുദ്ധരത്ത്, ചേർന്നിടും ഞാൻ ശുദ്ധരത്ത്. പാടിയിടും രക്ഷയും ഗാനം, നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കും നാട്ടിൽ. ഇന്നു കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യസ്വർഗം ദൈവം തന്നിടും. അഴിയാത്ത സ്വർഗം. ഇന്നു കാണുന്നതെല്ലാം നശ്വരമെന്നാൽ അഴിയാത്ത നിത്യസ്വർഗം ദൈവം തന്നിടും.
കടന്ന് ഞാൻ പോകും. എന്റെ യേശു വസിക്കും നാട്ടിൽ. നീലാകാശവും കടന്ന് ഞാൻ പോകും. എന്റെ യേശു വസിക്കും നാട്ടിൽ. Thank you. ये नीले आसमान के पार जाएंगे मेरा യേശു रहता वहाँ. നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കുന്ന നാട്ടിൽ. എത്ര മനോഹരമായ പാട്ടാണ്! ഇതിനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വാഗ്ദത്ത നാട്ടിന്റെ അതിർത്തിയിലാണ്. എന്റെ ശരീരം ഈ മണ്ണഴിഞ്ഞു പോകുമ്പോൾ ഞാൻ യേശുവിനെ കാണും. ഓ, എത്ര മനോഹരമാണ്! ഈ കാണുന്നതെല്ലാം നശ്വരമാണ്. അഴിഞ്ഞു പോകാത്ത സ്വർഗത്തിലേക്ക് ഞാൻ ചേരും. നീലാകാശവും കടന്ന് ഞാൻ പോകും, എന്റെ യേശു വസിക്കുന്ന നാട്ടിൽ. ഇതാണ് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. വളരെ മനോഹരമായ പാട്ടിന് പ്രത്യേകമായി നന്ദി പറയുന്നു. സിസ്റ്റർ റീജ ഗാന ശുശ്രൂഷയ്ക്കും തെരഞ്ഞെടുത്തിരിക്കുന്ന പാഠവുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. വളരെ വളരെ നന്ദി. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സന്തോഷം. ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഒറ്റപ്പാലത്തുള്ള സഹോദരി ശ്രീദേവി, അവരുടെ മകന്റെ മരണവും അടക്കവുമായിരുന്നു ഇന്ന്. അവരുടെ ദുഃഖത്തിൽ അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോയ്ക്കൊപ്പം നമ്മുടെ ഷാബ് സ്കൂൾ ക്ലാസും അനുശോചനം രേഖപ്പെടുത്തുന്നു. കാരണം പാസ്റ്റർ ഇടുക്കള വർഗീസ് ഇവിടെ മലയാളം റേഡിയോ സ്പീക്കർ ആയിരിക്കുമ്പോൾ തന്നെ സിസ്റ്റർ ശ്രീദേവി AWRന് കത്തുകൾ എഴുതുമായിരുന്നു. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ആ സമയത്താണ് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. വ്യത്യസ്തമായ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്ന് അവർ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ ബന്ധുമിത്രാദികളിൽ നിന്നും ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും അവരെ വിശ്വാസത്തിൽ ഇത്രയും നാൾ നിലനിൽക്കുകയായിരുന്നു. പ്രിയ മാതാവിന് ഈ വേർപാടിന്റെ വേദന സഹിക്കാനുള്ള ശക്തി ദൈവം നൽകട്ടെ. ഒപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷയുടെ പ്രത്യാശ അവരെ നിലനിർത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പ്രിയ മാതാവിന്റെ ദുഃഖത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. ഒപ്പം ഷാനി ഫിലിപ്പിന്റെ കുടുംബത്തിനും പ്രിയ പിതാവിന്റെ വേർപാടിൽ നമ്മളും ദുഃഖിക്കുകയാണ്. ഒരു പക്ഷേ ആ പ്രദേശത്ത് ആദ്യമായിട്ട് നമ്മുടെ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരു കുടുംബമാണത്. ദൈവം ആ കുടുംബത്തെയും ആശ്വസിക്കട്ടെ. നമുക്കൊരു നിമിഷം നമുക്ക് ഈ രണ്ട് കുടുംബങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, സിസ്റ്റർ ശ്രീദേവി അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, പ്രിയ മകൾക്ക് അങ്ങ് ആശ്വാസം കൊടുക്കണമേ, കൂടെ ഇരിക്കണമേ, വഴി നടത്തണമേ. കർത്താവെ, താങ്ങും തണലുമായിരിക്കണമേ. കർത്താവെ, ഹാഗാറിനെ കരുതിയതുപോലെ പ്രിയ മകളെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് ശക്തിപ്പെടുത്തണം, സഹായിക്കണം. അതേപോലെ സിസ്റ്റർ അനി ഫിലിപ്പിനും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങ് കൂടെ ഇരിക്കണം, കാവലായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ പ്രത്യാശയിൽ ജീവിതത്തെ മുന്നോട്ട് നീക്കുവാൻ അവിടുന്ന് അവർക്ക് കാവലായിരിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് അങ്ങേ സ്തുതിക്കുന്നു. സകലവും യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സമയത്ത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ മീറ്റിംഗിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം പഠനം നയിക്കുന്നത് സിസ്റ്റർ ആശ പ്രിയ ജോസഫ് ആണ്. ആശ പ്രിയ ജോസഫ് ശരിക്കും മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. ഏകദേശം അദ്ദേഹത്തിന്റെ പിതാവും മാതാവും ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം maybe 10 or 20 years past, just 10-20 വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രിയ സഹോദരി കേരളത്തിൽ നിന്ന് ഡിഗ്രി തീർത്ത ശേഷം സ്പൈസർ മെമ്മോറിയൽ കോളേജില് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസത്തില് ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ്, അതിൽ MEd ചെയ്യുകയുണ്ടായി. ശേഷം അവരുടെ വിവാഹത്തിന് ശേഷം മൂവാറ്റുപുഴയിൽ ഒരു ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർ നടത്തുന്നുണ്ട്. വളരെ ഭക്തയായ ബൈബിൾ വിദ്യാർത്ഥിയായ ഒരു സഹോദരിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളതിൽ വളരെ സന്തോഷിക്കുന്നു.
AWR മലയാളം പ്രോഗ്രാമിന്റെ ഈ 2 ആഴ്ചത്തെ മീറ്റിങ്ങുകളിൽ ആദ്യമായിട്ടാണ് ഒരു വനിത പാഠം നയിക്കാനായിട്ട് എത്തുന്നത്. വളരെ സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ആശ പ്രിയ ജോസഫ്. പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. എനിക്ക് ഇന്ന് ഇവിടെ ദൈവമക്കളോട് കൂടെ ആയിരിക്കുവാൻ ദൈവം വലിയൊരു അവസരം തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ പാസ്റ്റർ ബിനോയ് ജേക്കബ് ദാസ്, അദ്ദേഹമാണ് ഇങ്ങനെ ഒരു കാര്യം പാഠം പഠിപ്പിക്കണം എന്ന് എന്നെ വിളിച്ചു പറഞ്ഞതും ഏൽപ്പിച്ചതും. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെയും ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഈ മീറ്റിംഗിൽ വരുവാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും അതുപോലെ ദൈവത്തിന്റെ വചനം പങ്കുവെക്കുവാനും സാധിച്ചതിൽ. നമുക്ക് ഈ ആഴ്ചത്തെ നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മനഃപാഠവാക്യവും നമ്മൾ നോക്കിയതാണ്, നിത്യ ഉടമ്പടി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. ഉൽപ്പത്തി 17-7. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തേശുവിൽ കൂടി ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അടിയൻ സംസാരിക്കുമ്പോൾ അടിയന്റെ നാവിനോട് കൂടി അവിടെ ഇരുന്ന് അടിയന്റെ കുറവുകളും പാപങ്ങളെല്ലാം ക്ഷമിച്ച് കർത്താവ് ഇന്ന് ദൈവത്തിന്റെ വചനം അവിടുത്തെ പരിശുദ്ധാത്മാവിലൂടെ അവിടെ സംസാരിക്കുമാറാകണമേ. ഞങ്ങളെല്ലാവരും ഇന്ന് ആത്മീയ വർധന പ്രാപിച്ചവരായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി കർത്താവെ ഞങ്ങൾ ഇന്ന് ഈ പാഠപഠനത്തിന് ശേഷം ആയിത്തീരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. പ്രത്യേകാൽ ഇന്ന് കർത്താവ് ശ്രീദേവി എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള വിഷമങ്ങളെല്ലാം അവിടുന്ന് കാണുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് മകളോട് ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷത്തോടെ സമാധാനത്തോടും കൂടെ ആയിരിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. സകലവും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ ഇന്നത്തെ പാഠത്തിന്റെ ഹെഡിങ് അവന്റെ പ്രത്യേക ജനം എന്നുള്ളതാണ്. അവന്റെ പ്രത്യേക ജനം. ഇവിടെ നമ്മൾ ഇന്നത്തെ കാലത്തിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്, അല്ലെ? ഇന്ന് ഈ ടെക്നോളജിക്കൽ യുഗത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തതും അവർ മരുഭൂമിയിലായിരുന്നതും അതുപോലെ അവരൊരു സമ്മിശ്ര ജാതിയാൽ അവരുടെ കൂടെ ഉണ്ടായിരുന്നതും അവർ പരീക്ഷിക്കപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ബുദ്ധിയിൽ വളരെ അപ്രാപ്യമായിട്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അല്ലെ? നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അവരെങ്ങനെ യാത്ര ചെയ്തു, എങ്ങനെ ദൈവം അവരെ നടത്തി, എന്തൊക്കെയായിരുന്നു അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ നമുക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, അവർ ദൈവത്തിന്റെ പ്രത്യേക ജനമായിട്ട് ദൈവം തിരഞ്ഞെടുത്ത മക്കളായിരുന്നു. ഇനി ഇവരുടെ കൂടെയുള്ള ജാതീയ ആചാരങ്ങൾ അല്ലെങ്കിൽ കൂടെയുള്ള സമ്മിശ്ര ജാതി, ഇവർ പുറത്തേക്ക് നോക്കുമ്പോൾ ഉള്ള ആളുകൾ എങ്ങനെയാണ്? അവർക്ക് ശിശുബലി ഉൾപ്പെടെ വിഗ്രഹാരാധന, ബഹുദേവതാവാദം, ഇങ്ങനെ വളരെ തരം താഴ്ന്ന ആചാരങ്ങളിൽ രസിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് അവരുടെ ചുറ്റുമുള്ളത്. പക്ഷെ ദൈവം തന്റെ ജനത്തോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലൂടെ, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛതകൾ നീ പഠിക്കരുത്. ഞാൻ ഒന്നാമതായിട്ട് പറഞ്ഞത്, ഇവരുടെ ഈ യാത്രയും ദൈവം ഇവരെ നടത്തിയ വഴികളും നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത്, ഇവരുടെ ചുറ്റുമുള്ള ജാതികളെല്ലാം വിഗ്രഹാരാധനയിലും അതുപോലെ തന്നെ അവരുടെ പുത്രന്മാരെയും പുത്രികളെയും ബലി കഴിക്കുന്ന കാര്യത്തിലും ഒക്കെ അവർ ദൈവത്തെ വിചിത്രമായ രീതികളിലൂടെ ആരാധിക്കുമ്പോഴും
ദൈവം എപ്പോഴും തന്റെ ജനത്തോട് പറയാണ്, നീ അവരുടെ മ്ലേച്ഛതകളിൽ നിന്ന് പഠിക്കരുത്, അല്ലെ? നീ അവരെ പോലെ ആകരുത്, നിന്നെ ഒരു പ്രത്യേക ജനമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അവരോട് പിന്നെയും പിന്നെയും സംസാരിക്കുകയാണ്. അതുപോലെ ആവർത്തന പുസ്തകത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ആധാരമാക്കി കൊടുത്തിരിക്കുന്നത്. ദൈവവും ഇസ്രായേലും തമ്മിലുള്ള ഉടമ്പടി ബന്ധത്തെ ഈ വാക്യങ്ങളിൽ സംക്ഷിപ്തമായിരിക്കുന്നത് എങ്ങനെയാണ്? അവർ ആയിത്തീരേണ്ടിയിരുന്ന ഒരു ജനത്തിൽ ഉടമ്പടിയോടുള്ള അവരുടെ വിശ്വസ്തത എങ്ങനെയാണ് പ്രകടമാക്കേണ്ടത്? നമുക്ക് അവിടെ നിന്ന് എന്ത് പാഠങ്ങൾ പഠിക്കുവാൻ കഴിയും? ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 26-ന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 16 മുതൽ 19 ചട്ടങ്ങളും വിധികളും കേൾക്കാമോ? കേൾക്കാം. ഈ ചട്ടങ്ങളും വിധികളും ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ പ്രമാണിച്ചു നടക്കണം. യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. യഹോവ അരുളി ചെയ്തതുപോലെ നീ അവന് സ്വന്തം ജനമായി അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടക്കുമെന്നും താൻ ഉണ്ടാക്കിയ സകല ജാതികൾക്കും മീതെ നിന്നെ പുകഴ്ചയ്ക്കും കീർത്തിക്കും മാനത്തിനുമായി ഉന്നതമാക്കേണ്ടതിന് താൻ കൽപ്പിച്ചതുപോലെ നിന്റെ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമായിരിക്കുമെന്നും ഇന്ന് നിന്റെ വാമൊഴി വാങ്ങിയിരിക്കുന്നു. സ്തോത്രം. വായിച്ച ആൾക്ക് നന്ദി. അപ്പൊ ഇവിടെ പറയുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ, ഇതിന്റെ സംക്ഷിപ്തത്തിലുള്ളൂ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം. രണ്ടാമത്തെ കാര്യം, നീ ഒരു സാക്ഷിയായിരിക്കണം. നിന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ യഹോവ ആരാണെന്ന് ലോകം അറിയുന്നതിന് വേണ്ടിയിട്ട് നിന്നെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. നീ ദൈവത്തിന്റെ ഒരു സാക്ഷിയായിരിക്കണം. ഇത് രണ്ടുമാണ് ദൈവം അവരോട് പറയുന്നത്. ഇനി ഈ പാഠഭാഗത്തിൽ സംസാരിക്കുന്നത് അവരുടെ ദൈവത്തോടുള്ള ഉടമ്പടി എപ്രകാരമായിരുന്നു, അതുപോലെ അവരെങ്ങനെയാണ് ദൈവത്തോട് മറുതലിച്ചത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ പാഠഭാഗം ഇത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് ദൈവാത്മാവിൽ നമ്മൾ ഓരോരുത്തരോടും എന്താണ് ഈ പാഠഭാഗത്തിന് സംസാരിക്കാനുള്ളത്? അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇന്ന് ആരാണ്? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പ്രത്യേക ജനമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്? ഉണ്ടോ? ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചതാണ്. നമ്മൾ ഇന്ന് ഇസ്രായേൽ മക്കളെ പോലെ തന്നെ അനേകരുടെ മുമ്പിൽ ദൈവത്തിന്റെ സാക്ഷികളായി മാറേണ്ടവരാണ്. പക്ഷെ പലപ്പോഴും നാം ഇസ്രായേലിനെ പോലെ തന്നെ നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മൾ പലപ്പോഴും മടുത്തു പോവുകയാണ്, അല്ലെ? നമ്മൾ പലപ്പോഴും വീണു പോവുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും നമുക്ക് അടിപതറുകയാണ്. ശരിയല്ലേ? എന്തുകൊണ്ടാണ് ശരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? അന്ന് ഇസ്രായേൽ ജനത്തിനും അറിയായിരുന്നു ദൈവമാണ് അവരെ തെരഞ്ഞെടുത്തത്, അവർ ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്, ദൈവത്തിന്റെ അരുളപ്പാട് ദൈവം അവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്കറിയാം നമ്മളെ ഇന്ന് ദൈവം ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും സൃഷ്ടിച്ചത് ദൈവമാണെന്ന് ഈ ലോകത്തോട് പറയാൻ തക്കവണ്ണം ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. പക്ഷെ പലപ്പോഴും ജീവിതത്തിന്റെ പ്രതിസന്ധികളില് നമ്മൾ അടിപതറി പോവുകയാണ്. ഇന്ന് നമുക്കറിയാം ഈ ലോകത്തെല്ലായിടത്തും കോവിഡ് ബാധിച്ചിരിക്കുന്നു. വളരെയധികം പ്രശ്നങ്ങളിലാണ് ഈ ലോകം മുഴുവൻ ഉള്ളത്, അല്ലെ? പക്ഷെ അതിന്റെ നടുവിലും ഒരു സാക്ഷിയാകാനായിട്ടാണ് ദൈവം നമ്മളെ എത്തിച്ചിരിക്കുന്നത്, അല്ലെ? അപ്പോ ഇന്ന് എനിക്കിന്ന് ഈ പാഠഭാഗത്തിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു 3, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ പ്രത്യേക ജനമാണ്, അതല്ലേ? ഐ ഹാവ് ചോസൺ ബൈ ഗോഡ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. എന്ന് ചോദിക്കുമ്പോൾ നമ്മളെല്ലാരും പറയും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, എനിക്കറിയാം ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്, എന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇങ്ങനെ നടത്തി എന്ന് പറയും. പക്ഷേ അടുത്ത എന്റെ ചോദ്യം ഇതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം, ദൈവം താൻ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു.
Praise the Lord. Praise the Lord. ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റാറില്ല. ഇപ്പൊ തന്നെ നമുക്ക് പാസ്റ്റർ സംസാരിക്കും, നമ്മൾ കേട്ടു ഒരു സഹോദരിയുടെ ഒരു മരണം, ഒരു വിയോഗം അവരുടെ വീട്ടിലുണ്ടായി. തീർച്ചയായിട്ടും അത് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല, പ്രാക്ടിക്കൽ അല്ലെ. ഇനി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം നന്മയ്ക്കാന്ന് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്നത്തെ പാഠഭാഗത്തിന്റെ ഹെഡിങ് തന്നെ അവന്റെ പ്രത്യേക ജനമാണെന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ, രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ കർത്താവാണ്, ഇതെല്ലാം ദൈവം അറിയുന്നുണ്ട്. എന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നത് ദൈവം അറിയുന്നു. എങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്രായേൽ മക്കളെ ഈ ജാതികളുടെ ഇടയിൽ ഇങ്ങനെയൊക്കെ ദൈവം അലയാൻ വിട്ടത്? നമ്മൾ വിശ്വാസികളല്ലേ, എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മരണങ്ങൾ വരുന്നത്? എന്തിനാ നമ്മുടെ ജീവിതത്തിൽ രോഗം വരുന്നത്? എന്തിനാ നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുന്നത്? നമ്മൾ പ്രാർത്ഥിച്ചിട്ടും എന്താണ് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് വന്നുണ്ടായിരുന്ന പ്രശ്നം. ദൈവം കൂടെയുണ്ട്, പക്ഷെ ഇവര് പ്രശ്നങ്ങളിൽ അലയുകയാണ്. ഇന്ന് നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും കൂരിൽ താഴ്വരയിലൂടെ നമ്മൾ നടന്നു പോകേണ്ടി വരികയാണ്. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം കൂടെ ചേർത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആദ്യം പാസ്റ്റർ പറഞ്ഞതുപോലെ എന്നെ പരിചയപ്പെടുത്തിയില്ല. എൻ്റെ പേര് ആശാ പ്രിയ ജോസഫ് എന്നാണ്. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. അതിനേക്കാൾ ഉപരിയായിട്ട് പാസ്റ്റർ പറഞ്ഞ പോലെ ഞാൻ 2001 മുതൽ 3 വരെ സ്പൈസർ മെമ്മോറിയൽ കോളേജിൽ MA എഡ്യൂക്കേഷൻ ചെയ്തയാളാണ്. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടുള്ള അവാർഡ് കിട്ടി. അതുപോലെ അന്ന് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയുടെ ആയിരുന്നു ഈ MA എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കോഴ്സ്. അവിടെ എനിക്ക് ബെസ്റ്റ് GPA ഓഫ് ദി ഇയർ അവാർഡും കിട്ടി കോളേജിൽ നിന്ന്. പക്ഷെ ഈ 2 അവാർഡും മേടിക്കാനായിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ ക്യാൻസർ ബാധിച്ച് RCCയിൽ ചികിത്സയിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരണ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കിടക്കുകയായിരുന്നു. അതായത് ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു, ഞാൻ പൂനെയിൽ നിന്ന് തിരിച്ചു വന്ന എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ഭയങ്കര ഹെൽത്തി ആയിരുന്നു. ഒരു ദിവസം ജസ്റ്റ് ഒരു ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറയാണ്, നിങ്ങൾക്ക് തൈറോയിഡ് ഗ്ലാൻഡിൽ മുഴകളുണ്ട്, ഇത് നിങ്ങളുടെ ലിംഫ് നോഡ്സിലേക്ക് ബാധിച്ചിട്ടുണ്ട്. ലിംഫ് നോഡ്സ് തലച്ചോറിലേക്കും നിങ്ങളുടെ ശരീരം മുഴുവനും പോകുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്യാൻസർ എവിടെയൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നറിയില്ല. ഉടനെ അതിന്റെ ട്രീറ്റ്മെന്റിനായിട്ട് പോയി RCC ചെന്നു. അവർ പറഞ്ഞു ഇത് വളരെ റെയർ ക്യാൻസർ ആണ്, കാരണം ഇത് മാലിഗ്നന്റ് ആണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പടർന്നുകൊണ്ടിരിക്കുകയാണ് ശരീരം മുഴുവൻ. ആ സമയത്ത് എന്റെ ജീവിതത്തിൽ എനിക്കൊരിക്കലും ഈ വാക്യം മനസ്സിലാവില്ല പറഞ്ഞ. ദൈവം തെരഞ്ഞെടുത്ത ആളാണ്. ദൈവം സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കഷ്ടിച്ച് 20 വയസ്സ് മാത്രം പ്രായമുള്ള, അല്ലെങ്കിൽ 20-21 വയസ്സ് പ്രായത്തിൽ ജീവിതത്തിൽ ഞാൻ അമേരിക്കയിലേക്ക് എനിക്ക് ആ സമയത്ത് ആൻഡ്രൂസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്കോളർഷിപ്പ് കിട്ടി PhD-ക്കായിട്ട്. അങ്ങനെ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ക്യാൻസർ വന്ന് എല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിലായി തീരുമ്പോൾ എങ്ങനെയാണ് ഇത് ദൈവഹിതമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? അപ്പോ എന്നോട് ഡോക്ടേഴ്സ് പറഞ്ഞു, ജീവിതം തീർന്നു, അല്ലെങ്കിൽ നമുക്ക് ഇനി അധികം പ്രതീക്ഷിക്കാനില്ല, മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളുക, മോള് മരണത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇത് വിശദീകരിച്ച് പറയാനുള്ള സമയമില്ല. ആദ്യമൊക്കെ ഞാൻ വളരെ ഡിസ്കറേജ്ഡ് ആയിരുന്നു, വളരെയധികം വേദനിച്ചു, വളരെയധികം പ്രയാസപ്പെട്ടു. പക്ഷെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ ചിന്തിക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നു, ദൈവം എന്നെ തിരഞ്ഞെടുത്തു, കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ക്യാൻസർ വന്ന ഞാൻ ഈ ലോകത്തിൽ ക്യാൻസർ വരാത്ത ഒരാളെക്കാട്ടിലും ആരോഗ്യത്തോടെ ഈ ലോകത്തിൽ ഞാൻ ജീവിക്കും. അതിനെന്റെ യേശു ജീവിക്കുന്ന ദൈവമാണ്. ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. എങ്കിലും ആ സമയത്ത് ഞാൻ MA ഇംഗ്ലീഷിന് ചേർന്നു, MPhil കഴിഞ്ഞു. അറ്റ് ദ സെയിം ടൈം എൻ്റെ രോഗം പൂർണ്ണമായിട്ടും ഭേദമായി. ഡോക്ടർ എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ അസുഖം ഭേദമായത്? ഞാൻ പറഞ്ഞു, ദൈവം അത്ഭുതം ചെയ്തു. പക്ഷെ എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നടക്കണം എന്നില്ല കേട്ടോ. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവണം എന്നില്ല. പക്ഷെ നമ്മൾ ഒരു ദൈവത്തിന്റെ മകനാണെങ്കിൽ മകളാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എന്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞുകൊണ്ടാണ്.
എന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയുന്നത് എന്റെ കർത്താവ് അറിയുന്നുണ്ട്. അവൻ എന്നെ അനാഥനായി വിടത്തില്ല. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. അല്ലെ? ദൈവത്തിന്റെ വചനം നമ്മളോട് പറയാണ്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല, നിന്നെ എന്റെ ഉള്ളംകൈയിൽ നിന്നെ ഞാൻ വരച്ചിരിക്കുന്നു. ഈ വാഗ്ദത്തങ്ങളെല്ലാം നമുക്കുള്ളതാണ്, നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അപ്പൊ ആദ്യത്തെ കാര്യം നമ്മൾ അംഗീകരിക്കും, ഞാൻ ദൈവത്തിന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആളാണ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ്. എന്റെ കുടുംബത്തിൽ മറ്റുള്ള ആൾക്കാരെക്കാട്ടിലും നന്മയോ അല്ലെങ്കിൽ കഴിവോ ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എന്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു. പക്ഷെ രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്താണ് രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, ദൈവം അറിഞ്ഞുകൊണ്ടാണ് എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിക്കുന്നതെന്ന് നമുക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ കുടുംബജീവിതം തന്ന ദൈവം അറിഞ്ഞിട്ടാണ്, ഈ രോഗം തന്നത് ദൈവം അറിയാം, അല്ലെ? ഈ പ്രശ്നങ്ങൾ ദൈവം അറിയാം, നമ്മുടെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ദൈവത്തിന് അറിയാം. പക്ഷെ നമ്മളെ ശ്വാസത്തിൽ വളരാനായിട്ട് പഠിപ്പിക്കുകയാണ്, അല്ലെ? ഇസ്രായേൽ മക്കൾക്ക് പെട്ടെന്ന് തന്നെ കർത്താവിനവിടെ എത്തിക്കാമായിരുന്നു. പക്ഷെ അവർ 40 വർഷം മരുഭൂമിയിലൂടെ നടക്കേണ്ടി വന്നത് അവരുടെ ജീവിതത്തിൽ അനേക പാഠങ്ങൾ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് സ്വർഗീയ കനാലിലേക്ക് പോകുമ്പോൾ നമ്മളെ പറക്കുവാനായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട് കർത്താവിന്. നമുക്ക് എപ്പോഴും അറിയാം, കഴുകൻ കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഉപമകളെല്ലാവരും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ പലപ്പോഴും നമുക്ക് പറക്കാൻ പഠിക്കണം, കർത്താവിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കണം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. അപ്പൊ കർത്താവ് നമ്മളെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഉടമ്പടിയോട് വിശ്വസ്തരാണ്. മൂന്നാമത്തെ കാര്യം ദൈവം ചോദിക്കുന്നത്, നിങ്ങൾ എന്നോട് വിശ്വസ്തരായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. എസ്തേറിനെ കുറിച്ച് ബൈബിളിൽ പറയുമ്പോൾ, എസ്തേറിനെ കാണുന്നവർക്കെല്ലാം അവളോട് പ്രിയം തോന്നും എന്നാണ് വചനം പറയുന്നത്. എസ്തറിന് ദൈവം കൊടുത്തൊരു അനുഗ്രഹമാണ്. അവളെ കാണുന്നവർക്കെല്ലാം അവളോട് ഇഷ്ടം തോന്നും. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ, നീ ശബദനുസരിച്ചാൽ നിന്നെ വാലല്ല തലയാക്കാം. ഇപ്പൊ ഇസ്രായേൽ മക്കളോട് ദൈവം കൊടുത്ത പോലെ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. നീ വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും. അനേകർ നിന്റെ അടുത്ത് വന്ന് കുടിക്കും, അല്ലെങ്കിൽ നിന്റെ അടുത്ത് വന്ന് പ്രശ്നങ്ങൾ തീർക്കും. നിന്നെ ഒരു പ്രത്യേക ജാതിയാക്കി, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ ഒരു സ്പെഷ്യൽ ആയിട്ട് നിന്നെ ഞാൻ വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിനോട് നമ്മൾ എത്രമാത്രം വിശ്വസ്തരാണ്? പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, നമുക്ക് ജോലികളൊക്കെ നമുക്ക് അറിയാം, ശബദ് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളാണ്. ഇന്ന് തന്നെ നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്, പഠിക്കാൻ പോകുമ്പോഴുണ്ട്, ജോലിയിലുണ്ട്, എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും പലരും പറയും, ഇത് അറിയാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, അല്ലെ? ഇത് അറിയാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, അല്ലെങ്കിൽ ഇത് അറിഞ്ഞു പോയല്ലോ, ഇനി ദൈവം വല്ല ശിക്ഷിക്കുവോ എന്നോർത്താണ് നമ്മൾ ശബദിൽ ആരാധനയ്ക്ക് പലപ്പോഴും. പക്ഷെ ഇങ്ങനെയല്ല, നമ്മളോട് ദൈവം ചെയ്തത്, യേശു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ സ്നേഹിക്കുന്നു, ഇല്ല? ഈ ലോകത്താരും നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ കർത്താവ് നമ്മളെ സ്നേഹിക്കും, നമ്മളെ കരുതുന്നു, നമ്മളുമായിട്ട് ദൈവരാജ്യത്തിൽ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കും. പക്ഷെ നമ്മൾ ഈ ഉടമ്പടിയോട് എത്ര വിശ്വസ്തരാണ്? പലപ്പോഴും ഈ ലോക ജീവിതമാണ് നമ്മുടെ എപ്പോഴും പ്രശ്നം, അല്ലെ? ഇപ്പൊ എന്റെയും പ്രശ്നം അതാണ്, നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം അതാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങള്, പ്രതിസന്ധികള്, പ്രയാസങ്ങള്, ഇതിൽ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ദൈവം പറയുന്നത് എന്താണ്? ഞാൻ സഹിപ്പാൻ കഴിയുന്നതിന് മീതെ നിനക്ക് തരാതെ ദൈവം വിശ്വസ്തൻ, അല്ലെ? അവൻ പരീക്ഷയോടുകൂടെ പോക്കുവഴിയും കൽപ്പിക്കും. അപ്പോ ഈ പാഠഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഇസ്രായേലിന് എങ്ങനെയാണ് ആയിത്തീരേണ്ടത്, ദൈവത്തിന് അവരോടുള്ള ഉടമ്പടി എന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഞാൻ നേരെ തിരിച്ച് നമ്മളും ദൈവവുമായിട്ടുള്ള ഉടമ്പടി എന്താണ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി. കാരണം നമുക്കറിയാം, നമ്മളിങ്ങനെ ഇസ്രായേൽ മക്കൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നതിലുപരിയായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എന്താണ്, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം വരുത്തേണ്ടത്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെങ്കിൽ ദൈവം അറിയാതെയല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നത്. ലാസ്റ്റ് ആയിട്ട് ഈ ഉടമ്പടിയോട് നമ്മൾ എത്ര വിശ്വസ്തരാണ്. അപ്പൊ ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, വിശ്വസ്തരും വിശുദ്ധരും പ്രത്യേക ജനവും ആയിരിക്കുക എന്നുള്ളതാണ് വാസ്തവമായിട്ടും ദൈവം ആഗ്രഹിച്ചു ഇസ്രായേൽ മക്കളിൽ നിന്ന്. അപ്പൊ പ്രൈസ് ദി ലോർഡ്, ഇന്ന് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഏതാണ്? വിശ്വസ്തരും വിശുദ്ധരും പ്രത്യേക ജനവും ആയിരിക്കും.
പക്ഷെ നമ്മൾ ഓർക്കും എനിക്ക് മാത്രം എന്താണ് പ്രശ്നം. അപ്പൊ മറ്റുള്ളവർ നമ്മൾ പ്രശ്നത്തിലൂടെ കടക്കുന്നത് കാണുമ്പോൾ അവനൊരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ അവരൊരു വിശ്വാസിയാണ്. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ അവര് കടന്നു വരുന്നത് കണ്ടോ എന്ന് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് സാക്ഷീകരിക്കും. ഇതാണ് ദൈവം അന്നും ഇന്നും ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സത്യത്തെ നമ്മൾ പ്രതിനിധാനം ചെയ്യണം, അല്ലെങ്കിൽ കർത്താവിന്റെ സാക്ഷികളായിട്ട്, കർത്താവിന്റെ അംബാസഡേഴ്സ് ആയിട്ട് നമ്മൾ ജീവിക്കണം. ഇതാണ് അന്നും ഇന്നും ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ, എന്റെ കല്യാണം കഴിഞ്ഞു. എന്റെ ഹസ്ബൻഡ് GSTയുടെ ഓഫീസറാണ്, ടാക്സസിലെ ഓഫീസറാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്നും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വലിയ വലിയ അത്ഭുതമാണ് എന്റെ ജീവിതം. അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഒരു സാക്ഷിയായിട്ട് മാറുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗത്തിലെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ദൈവത്തിനും അവന്റെ ഉടമ്പടിയുടെ ആവശ്യോപാധിക്കും സമർപ്പിക്കുന്ന ഇന്ന് എന്ന ആശയം. നമ്മൾ പലപ്പോഴും പറയും, ഞാൻ ഇനി എന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് ഞാൻ നന്നായിട്ട് വിശ്വാസിയാവാം, അല്ലെങ്കിൽ കുറച്ച് പ്രതിസന്ധികളൊക്കെ ഒന്ന് മാറട്ടെ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് മാറട്ടെ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇന്ന് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമുക്കറിയാം, ഈ കോവിഡിന്റെ സമയത്ത് 2010 മുതൽ എത്രയോ നമ്മുടെ വിശ്വാസികൾ, അല്ലെങ്കിൽ നമ്മൾ അറിയാവുന്നവര് എത്രയോ പേര് ഈ ലോകം വിട്ടുപോയി, അല്ലെ? പക്ഷെ നമ്മുടെ ജീവിതം ദൈവം ഇന്ന് നമുക്ക് തന്നിരിക്കുകയാണ്, നാളെ നമുക്കുള്ളതല്ല. അപ്പൊ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ഇന്ന് നമ്മൾ എന്തിൽ നിന്നാണോ വിട്ടുപോരേണ്ടത് നമ്മൾ വിട്ടുപോരും. നമ്മൾ മുറുകെ പിടിക്കേണ്ടത് യേശുവിനെ മാത്രമാണ് ഈ ലോകം. വേറെ എന്തെല്ലാം മുറുകെ പിടിച്ചിട്ടും ഒരു കാര്യമില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും യേശുവിന്റെ കൃപയില്ലെങ്കിൽ നമുക്കൊന്നുമില്ല. നമ്മൾ നമ്മൾ തിരഞ്ഞെടുത്തവരാണ്. നമ്മുടെ പ്രതിസന്ധികളെല്ലാം ദൈവം അറിയുന്നു. ഇന്ന് അനേകരുടെ മുമ്പില് ദൈവം ഒരു സാക്ഷിയാക്കാനായിട്ട് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഭാരങ്ങൾ, എത്രയെല്ലാം പ്രതിസന്ധികൾ വന്നാലും, അല്ലെ, ശദ്രക്കും മേശക്കും അബേദനവും പറഞ്ഞതുപോലെ, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങള് ദൈവത്തിന് വേണ്ടി നിലകൊള്ളും. അപ്പൊ ഇന്ന് എനിക്കറിയില്ല, വളരെ എല്ലാവർക്കും ഈ പാഠഭാഗം റിലേറ്റ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എനിക്കിന്ന് ഇവിടെ വരുവാനും എന്റെ ചെറിയ സാക്ഷ്യം പറയുവാനും, അതോടൊപ്പം തന്നെ ദൈവം നമ്മളെ നടത്തുന്ന വഴികളെ കുറിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ വിശ്വാസത്തിൽ ഒരു പടി കൂടി അടുക്കുവാനും, ഇന്ന് നമ്മുടെ ഹൃദയത്തിലെ പാപങ്ങളെല്ലാം നമുക്ക് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുവാനും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ നന്ദി സിസ്റ്റർ പ്രിയ ജോസഫ്. വളരെ മനോഹരമായി പാഠം പഠിപ്പിക്കുകയുണ്ടായി. ഈ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ അതല്ലെങ്കിൽ പഠിപ്പിച്ച വ്യക്തിയോടുള്ള അപ്രീസിയേഷനോ ഉണ്ടെങ്കിൽ വളരെ ചുരുക്കമായിട്ട് ഇപ്പോൾ പറയാവുന്നതാണ്. വളരെ മനോഹരമായ രീതിയിൽ ക്ലാസ് എടുത്ത് ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ടെസ്റ്റിമണി കേൾക്കുവാൻ ഇടയായി. ദൈവം സിസ്റ്ററിന്റെ രോഗാവസ്ഥയിൽ കൂടെ ഇരുന്ന് വഴി നടത്തി, അതിശയമായി ഇത്രത്തോളം വഴി നടത്തി ഇന്ന് ഞങ്ങളുടെ മധ്യ ഇരുന്നും ദൈവവചനം പഠിപ്പിക്കുവാൻ ഇടയാക്കി തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. God bless you, sister. God be with you. Amen. Praise the Lord. മറ്റാർക്കെങ്കിലും ചുരുക്കമായി വളരെ പെട്ടെന്ന്. മനോഹരമായി സിസ്റ്റർ അത് പ്രസന്റ് ചെയ്തു. മാത്രമല്ല, നമ്മളിപ്പോഴും കുറ്റം പറഞ്ഞ ആത്മീയ ഇസ്രായേലിയർ എങ്ങനെയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പൊ സിസ്റ്ററെ നോക്കുമ്പോൾ ആത്മീയ ഇസ്രായേലിന്റെ ഒരു പ്രതിനിധിയാണ് സിസ്റ്റർ. ആത്മീയ ഇസ്രായേൽ ഇന്നും ദൈവത്തെ അറിഞ്ഞു ജീവിക്കും എന്നുള്ള ഒരു ഉദാഹരണമാണ് സിസ്റ്ററെ സാക്ഷ്യം കൂടി. എന്റെ ഒരു ചോദ്യം ഇവിടെ ഇതാണ്, ഈ പാഠത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്ന് ഏകദേശം നമ്മൾ നേരത്തെ പഠിച്ച പോലെ കാദേശ് ബർന്നേവയിൽ വരുന്നത് വരെയും ആ ഇസ്രായേൽ ജനങ്ങൾ
ദൈവത്തെ അറിഞ്ഞില്ല, അല്ലെങ്കിൽ എന്താണ് പ്രത്യേക അവരെന്താണ് അന്യദേവന്മാരെ, ഇവിടെ ആവർത്തന 18:9 നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് എത്തിയ ശേഷം അവിടുത്തെ ജാതികളുടെ മ്ലേച്ഛകൾ നീ പഠിക്കരുതെന്ന് പറയുമ്പോഴും അവർ ഉടനീളം ആ ജാതികളുടെ മ്ലേച്ഛത അല്ലെങ്കിൽ വിഗ്രഹ ആരാധന തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. വേറൊരു ഭാഗത്ത് നമുക്ക് സംഖ്യാപുസ്തകം 25 നോക്കുമ്പോൾ അവിടെ മോവാബ്യ ദേശത്ത് എന്താണ് അവരുടെ പരസ്യ ബന്ധം ഉപയോഗിക്കുകയും മാത്രം അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും അവരുടെ ബലികളെ ഭക്ഷിക്കുകയും ചെയ്തതായിട്ട് കാണാം. എന്റെ ചോദ്യം ഇത്ര മാത്രം, എന്തുകൊണ്ട് ഈ ജനം ഇത്ര നാളായിട്ടും ദൈവത്തിൽ വിശ്വസിക്കാതെ, യഥാർത്ഥ ദൈവത്തെ വിശ്വസിക്കാതെ ഇവര് ബാൽ ദൈവങ്ങളെ ആരാധിക്കുവാൻ കാരണമായി? അതാണ് ചോദ്യം. തീർച്ചയായിട്ടും. ഓക്കെ, അത് അവരെ ദൈവമാണ് നടത്തിയതെങ്കിലും അവരുടെ ഹൃദയം കൊണ്ട് അവർ പൂർണ്ണമായിട്ട്, നമുക്കറിയാം അവര് ചെങ്കടലിന്റെ തീരത്ത് വരുമ്പോഴും ഓരോ സമയത്തും അവര് പെറുപെറുക്കുകയാണ്. അല്ലെങ്കിൽ അവിടെ ഇസ്രയേലിലായിരുന്നു നല്ലത്, അവിടുത്തെ ഉള്ളി, അങ്ങനെ ഓരോ കാര്യങ്ങൾ. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴ്. അതായത് ഈ പാഠത്തിൽ പറയുകയാണ്, നമ്മൾ ഈ പദപ്രയോഗങ്ങൾ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. നമ്മളൊരു സെക്കുലർ രാജ്യത്ത് എല്ലാ മനുഷ്യരും എല്ലാ മതങ്ങളെയും ഒന്നായി കാണുകയും എല്ലാവരെയും മനുഷ്യരായി കാണുകയും ചെയ്യുന്ന സമയത്ത് ഈ ജാതികൾ എന്നുള്ള പ്രയോഗമൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. കാരണം നമ്മൾ അങ്ങനെ അവരെ ഇങ്ങനെ മാറ്റേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും തെറ്റായ രീതിയിൽ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകൾ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവും. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ആളുകളിൽ നിന്നും പകരാതെ ജീവിച്ചത് എന്തുകൊണ്ട് അവർ അങ്ങനെ ആയി എന്നുള്ളതാണ് ചോദിച്ചത്. എന്റെ ചോദ്യം കുറച്ചും കൂടെ ഇതാണ്, എങ്ങനെ ഇത്തരം ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള ആശയങ്ങളും സംസ്കാരങ്ങളും ജീവിത രീതികളുമുള്ള ഈ സമയത്ത് നമുക്കെങ്ങനെ അവരുമായിട്ട് ആ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ജീവിത രീതികൾ കലരാതെ ജീവിക്കാൻ കഴിയും? എങ്ങനെ ആയിരിക്കണം നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടേണ്ടുന്നത്? നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റു മനുഷ്യരോട് നമ്മൾ മിണ്ടരുത്, നോക്കരുത്, ഇടപഴകരുത്, സംസാരിക്കരുത്. അങ്ങനെയൊന്നും നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ നമ്മളിൽ പകരാതെ എങ്ങനെ സൂക്ഷിക്കാൻ കഴിയും എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്. ഇതിനകത്ത് പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത്, എനിക്ക് അധികം അറിവില്ല, ഞാൻ കേട്ടിരിക്കുന്നത്, ഈ സമ്മിശ്ര ജാതി ഇവരുടെ കൂടെ പോന്നു. അതായത് ഇസ്രായേൽ മക്കളുടെ കൂടെ അവര് കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്തപ്പോൾ ഒരു സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ. അവരുടെ ആചാരങ്ങളിലേക്ക് ഇവര് വളരെയധികം ആകൃഷ്ടരാകുകയും അങ്ങനെ ഇവർക്ക് തെറ്റ് സംഭവിച്ചു എന്നാണ് ഒരു കൂട്ടം ആളുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. രണ്ടാമത് അവർക്ക് തെറ്റ് സംഭവിക്കാനുള്ള കാരണം അവർക്ക് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും വളരെയധികം കുറവായിരുന്നു. അവരിങ്ങനെ മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു വന്നു അവർക്ക് ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്ത ദേശം എന്താണ്, അല്ലെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന അനുഗ്രഹം എന്താണ് എന്ന് അവർക്ക് പൂർണ്ണമായിട്ടും അതിനെക്കുറിച്ച് അവർ അപ്പാപ്പ കാണുന്ന കാര്യങ്ങളിൽ ഇമ്പൾസീവായിട്ട് അവർ ആക്ട് ചെയ്ത് മുൻപോട്ട് പോകും. യഥാർത്ഥത്തിലുള്ള ഒരു വിശ്വാസമോ ദൈവം അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്നതിനെയോ അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് കാലേബും യോശുവയും മാത്രം അവിടെ ദേശത്ത് എത്തപ്പെട്ടതും ഉറ്റുനോക്കാൻ പോയവരിൽ എല്ലാവരും തന്നെ നമ്മൾ അവരുടെ അനാക്യമല്ലന്മാരുടെ മുമ്പിൽ വെട്ടിക്കിളിയെ പോലെ തോന്നുന്നു എന്നെല്ലാം അവർ സംസാരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. പാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഇന്നും നമ്മുടെ ചുറ്റുമുള്ള ഈ സമ്മിശ്ര ജാതി, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പേരെ വിശ്വാസത്തിൽ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവര്, നമ്മുടെ അയൽപക്കംകാരൊക്കെ. അപ്പൊ എപ്പോഴും ഇങ്ങനെ ഒരു വലിയ ഒരു സമ്മിശ്ര വിഭാഗത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്. അപ്പൊ പലപ്പോഴും പലരും ഈ വാക്യം പറയാറുണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഞാൻ ജാതികളെ നേടേണ്ടതിന് ജാതികളെ പോലെ ആയി എന്ന് പറഞ്ഞ് പലരും ഇങ്ങനെ പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. പക്ഷെ ദൈവം എപ്പോഴും പറയുന്നതാണ് അവിശ്വാസികളുമായി ഇണയില്ലപ്പിണ കൂടരുത്. നിങ്ങൾ എപ്പോഴും ഒരു വിശുദ്ധ ജനമാണ്, ഒരു ചോസൺ പീപ്പിൾ ആണ്, നിങ്ങൾ എന്റെ
മഹത്വം അവരുടെ മുമ്പിൽ കാണിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ ഈ നാളുകളിൽ എങ്ങനെ നിൽക്കാം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ മാത്രമേ അത് സാധിക്കൂ. നമ്മളെ കൊണ്ട് സാധിക്കില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് മുൻപോട്ട് പോയാൽ മാത്രമേ നമ്മള് മറ്റുള്ളവരുടെ മുമ്പില് ഒരു സാക്ഷിയായിട്ട് മാറുവാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ട് പലപ്പോഴും പോകും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഞാൻ ഒന്നുകൂടെ ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പഴയ നിയമകാലത്ത് ഒരു രാഷ്ട്രം മൊത്തമായിട്ടാണ് വന്നത്. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ മോശ അവരോട് സംസാരിക്കുന്നെങ്കിൽ ഒരു ജനക്കൂട്ടമായിട്ടാണ്, ഒരു സമൂഹമായിട്ടാണ് അവരുടെ മാനസാന്തരം നടക്കുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവവുമായിട്ടുള്ള അവരുടെ വ്യക്തിബന്ധം വളരെ കുറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരു രാജാവ് കൽപ്പിക്കുകയാണ്, ഇന്നു മുതൽ നിങ്ങൾ ഇങ്ങനെ ആകണം. അപ്പോ അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ദൈവത്തെ രുചിച്ചറിയാനുള്ള അവസരം ഉണ്ടായിട്ടില്ലായിരിക്കണം ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് ദൈവവുമായിട്ട് ആത്മബന്ധമില്ല. അവരുടെ മനസ്സിലാക്കുന്ന ലക്ഷ്യം ഈജിപ്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അവർ ആഗ്രഹിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിന് ഒരു സമൂഹം ഒന്നിച്ചു നിൽക്കുമ്പോൾ നമ്മളും ഒപ്പം കൂടേണ്ടതാണ് എന്ന് വെച്ച് ഒപ്പം കൂടിയ പല ആളുകളുമാണ് ഉള്ളത്. അതാണ് അവരുടെ അന്നത്തെ കാര്യം. ഈജിപ്തിൽ നിന്ന് മാറിപ്പോവുക, ഒരു സ്വതന്ത്ര രാഷ്ട്രം നേടുക എന്നുള്ളതാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കനാൻ നാട് നമുക്ക് ഒരു സഭയായിട്ടോ ഒരു സംഘടനയായിട്ടോ ഒരു ബാനറിന്റെ കീഴിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അത് വ്യക്തിപരമാണ്. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ് നമ്മുടെ രക്ഷ നമുക്ക് ലഭിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് ഒരു പക്ഷേ അവര് അത്തരത്തിൽ ആകർഷിക്കപ്പെടാനുള്ള കാരണം വ്യക്തിബന്ധമില്ലാത്തത് കൊണ്ട് ഏറ്റവും നല്ലതിനു വേണ്ടിയിട്ട് അവരും ആഗ്രഹിച്ചു. എന്താണ് ബെറ്റർ, അത് കണ്ടുപിടിക്കും. അങ്ങനെയുള്ള സമൂഹത്തിലുള്ള ചില ആചാര അനുഷ്ഠാനങ്ങൾ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ലതായിരിക്കും എന്ന് അവർക്ക് തോന്നിപ്പോയി. നമ്മളും അത് തന്നെയാണ്. നമുക്ക് വ്യക്തിപരമായി ബന്ധമില്ലെങ്കിൽ, ദൈവത്തെ രുചിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് എനിക്ക് കണ്ടുപിടിക്കാനുള്ള പരക്കം പാച്ചിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് കവനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദൈവവും ഒരു സഭയുമായിട്ടല്ല, ദൈവവും ഞാനുമായിട്ടാണ്, ദൈവവും അബ്രഹാമുമായിട്ടാണ്, നമ്മൾ ഓരോരുത്തരുമായിട്ടാണ് ആ റിലേഷൻഷിപ്പ്. ദൈവം ആ വാഗ്ദത്തം എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കുമാണ് ഈ കവനന്റ് നൽകപ്പെട്ടിരിക്കുന്നത്. അത് വളരെ വ്യക്തിപരമാണ്. യേശുക്രിസ്തു എന്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് യാഗമായി തീർന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം ചൊരിയപ്പെട്ടത് എനിക്ക് വേണ്ടിയിട്ടാണ്. ആ കവനന്റ് അല്ലെങ്കിൽ വാഗ്ദത്ത നാട് രക്ഷ നമുക്ക് ഉറപ്പാക്കുന്നത് യേശുവിന്റെ രക്തത്താലാണ്. അതെന്റെ വ്യക്തിപരമായ അനുഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത ഒരു ബന്ധം ഈ കാലഘട്ടത്തിൽ സ്ഥാപിക്കണം പറയുന്നത്. അതുകൊണ്ടാണ് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കണം എന്ന് പറയുന്നത്. ദൈവം പറയുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണമായി വ്യക്തിപരമായി മുഴുവൻ സമർപ്പണമാണ് ഇവിടെ ദൈവം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരെയും പുകഴ്ചയ്ക്കായും കീർത്തിക്കായും മാനത്തിനായിട്ടും ദൈവം ഉയർത്തും. എന്തിനാണ് ദൈവം ഉയർത്തുന്നത്? നിത്യജീവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന സ്രോതസ്സായിട്ടാണ് ദൈവം നമ്മളെ മാറ്റുന്നത്. ദൈവത്തിന്റെ സ്നേഹം പകർന്നു കൊടുക്കാനുള്ള വ്യക്തിപരമായ അംബാസിഡേഴ്സ്, പ്രതിനിധികളാണ് നമ്മൾ. അതാണ് വിശുദ്ധ ജനം, പ്രത്യേക ജാതി, പ്രത്യേക എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ശ്രേഷ്ഠരാണെന്നോ മറ്റുള്ളവരിൽ നിന്ന് ഉത്തങ്കരാണെന്നോ മറ്റുള്ളവരൊക്കെ നമ്മളുമായിട്ട് യോജിക്കാൻ പറ്റാത്തവരാണെന്നോ അവരോട് സംസാരിക്കരുതെന്നോ അവരോട് കൂട്ടുകൂടരുതെന്നോ അവരുമായിട്ട് മിങ്കിൾ ചെയ്യരുതെന്നോ അല്ല. അതിന്റെ അർത്ഥം മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളും വിഷമങ്ങളും വരുമ്പോൾ അവരാശ്വാസത്തിന് നമ്മുടെ അടുത്ത് വരണം. അവിടെ നിന്ന് നമുക്ക് യേശുവിന്റെ സ്നേഹം കൊടുക്കാൻ കഴിയണം. അതാണ് സിസ്റ്റർ ആശയം നമ്മളോട് വ്യക്തിപരമായി പറഞ്ഞത്. ദൈവം നമ്മളെ പ്രത്യേക ജനമായി ഈ കാലഘട്ടത്തിൽ നിർത്തിയിരിക്കുന്നതിന്റെ കാരണം ലോകത്തിനില്ലാത്ത പ്രത്യാശ. കോവിഡിന്റെ സമയത്ത് പ്രത്യാശയില്ല, നമുക്ക് പ്രത്യാശയുണ്ട്.
നമുക്ക് രോഗനിവാരണത്തിന് വഴികളുണ്ട്. ലോകത്തിന് അറിഞ്ഞുകൂടാ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്താൽ മതിയാവും എന്നുള്ള കാര്യം. പക്ഷെ അത് നമുക്കറിയാം. ദൈവം ആ അറിവ് നമുക്ക് തന്നു. ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, സിസ്റ്റർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ദൈവത്തെ അറിയാത്ത ജനങ്ങൾക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് അറിയാനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ആമേൻ. അതുകൊണ്ട് രക്ഷ വളരെ വ്യക്തിപരമാണ്. വ്യക്തിപരമായ ബന്ധത്തിലൂടെയാണ്. നമ്മൾ ഏറ്റവും വ്യക്തിപരമായ ബന്ധമുള്ള, സ്നേഹമുള്ള ഒരാൾ പറഞ്ഞാൽ നമ്മൾ അനുസരിക്കും. നമ്മൾ പറയുന്നത് ഇന്നാര് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേട്ടത്, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കരുത് എന്ന് പറയും. സ്നേഹമുള്ള വ്യക്തികൾ അനുസരിക്കും. ഏറ്റവും വ്യക്തിബന്ധം നമുക്ക് കർത്താവിനോടുണ്ടെങ്കിൽ യേശു പറയുന്നത് അനുസരിക്കുന്നത് ഒരു തടസ്സമോ ബാധ്യതയോ ആവില്ല. ഇന്നാണ് സുപ്രസാദ കാലം, ഇപ്പോഴാണ് രക്ഷാകാലം. അതാണ് നമ്മുടെ പ്രസന്റ് ട്രൂത്ത്. യേശു ക്രിസ്തു വഴിയും സത്യവും ജീവനുമാകും. ആ യേശുവിനെ കാണിച്ചു കൊടുക്കാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കാനോ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. നിങ്ങൾക്ക് പഠിപ്പിച്ച ആളിനോടുള്ള അപ്രീസിയേഷൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അനുഗ്രഹിക്കട്ടെ. നല്ല രീതിയിലുള്ള ഒരു പാഠപഠനമായിരുന്നു. ദൈവം കൂടുതലായി വചനങ്ങളാൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. 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 പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇനി ആരെങ്കിലും വളരെ പെട്ടെന്ന്. പാഠം പഠിപ്പിച്ച സിസ്റ്ററെ നന്ദി അറിയിക്കുന്നു. വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ദൈവ കൃപ കൊടുത്തു. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയായതിനാൽ ദൈവം കൂടുതലായി ആശീർവാദം കൊടുത്തിട്ടുണ്ട്. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ആമേൻ. സിസ്റ്റർ ആശ നല്ല രീതിയിൽ പാഠം പഠിപ്പിച്ചു കഴിഞ്ഞു. നല്ലൊരു സാക്ഷ്യവും കേട്ടു. ഞാനും അതുപോലെ ഒരു തൈറോയ്ഡ് ക്യാൻസറിന്റെ സൗഖ്യപ്പെട്ട ആളാണ്. 10-11 വർഷമായി RCCയിലെ ചെക്കപ്പിൽ ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പം സഹോദരി കാണാനും ഒരു മെസ്സേജ് കേൾക്കുവാനും തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. മറ്റാർക്കെങ്കിലും? ചേച്ചി നന്നായിട്ട് പാഠം പഠിപ്പിച്ച് എനിക്ക് ആ സാക്ഷി ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ പലപ്പോഴും എനിക്കിങ്ങനെ വിഷമങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ദൈവം എന്തിനാ ഇങ്ങനെ വിഷമങ്ങൾ തരുന്നേന്ന്. പക്ഷെ ഇനി ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. ചേച്ചിയുടെ സാക്ഷി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാഠം പഠിപ്പിച്ചു ചേച്ചി. പറയാം. സാർ, ഇന്നത്തെ ക്ലാസ് എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. സത്യമായിട്ടും ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാം. ദൈവത്തിന്റെ വലിയൊരു അത്ഭുതം ഇന്നത്തെ ക്ലാസ്. അതുപോലെ തന്നെ മാമിന്റെ ഒരു സാക്ഷി, അത് കേൾക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ ഭാഗ്യമായിട്ട് തോന്നുന്നു. അത് ദൈവഹിതമാണ്. താങ്ക് യു മാം. നമ്മുടെ ലിങ്കിന് യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കുകയില്ല. നാളെ നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. ഇതേ ലിങ്ക് തന്നെ ഉപയോഗിച്ചിട്ടായിരിക്കും. എല്ലാവരും കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് റീച്ച് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾ പരസ്പരം എല്ലാവരെയും അറിയിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞങ്ങൾ ലിങ്ക് ആ ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്താൽ മതിയോ? ലിങ്ക് തീർച്ചയായിട്ടും മറ്റു ഗ്രൂപ്പുകളിലും കൂടെ ഷെയർ ചെയ്യാം. മറ്റു ഗ്രൂപ്പുകളിൽ കൂടെ ഷെയർ ചെയ്യണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിൽ. അതുകൊണ്ട് ഇന്ന് ഇത്രയും പേര് വന്നതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. വളരെ സന്തോഷം. സിസ്റ്റർ ആശ പ്രിയ ജോസഫ് ഇന്നത്തെ വളരെ മനോഹരമായ പാഠപഠനത്തിന് സിസ്റ്റർ മെജോ സന്ദേശം അയച്ചിരിക്കുന്നു. സഹോദരി ദൈവം അനുഗ്രഹിക്കട്ടെ. പാഠപഠനം വളരെ നന്നായിരിക്കുന്നു എന്ന് അവർ അറിയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ വ്യക്തിപരമായ ഒരു ആത്മബന്ധമാണ്. നീലാകാശവും കടന്ന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് പോകാനായിരിക്കുന്ന സമയത്ത് ഈ ഏതൽ കാല സത്യം നമ്മൾ ദൈവവുമായിട്ടുള്ള ആത്മബന്ധം സ്ഥാപിക്കലാണ്. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കുക. ഇത് ആത്മബന്ധമാണ്, വ്യക്തിബന്ധമാണ്. യേശുവിന്റെ സ്നേഹ ചങ്ങലയാൽ അവൻ നമ്മളെ ബന്ധിപ്പിച്ചിരിക്കുന്നു. അവന്റെ നാമത്തിന്റെ പുകഴ്ചയ്ക്കും അവന്റെ നാമത്തിന്റെ കീർത്തിക്കും അവന്റെ നാമത്തിന്റെ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപനത്തിനും വേണ്ടിയിട്ടാണ് ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. മറ്റുള്ളവരെ വെറുക്കാനല്ല, മറ്റുള്ളവരെ അകറ്റി വെക്കാനല്ല, അവരോട് ചേർന്ന് നിൽക്കാനാണ്. അവരിൽ നിന്ന്
ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പരിശീലിക്കാതെ ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർക്ക് കൂടെ പറഞ്ഞു കൊടുത്ത് നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന സന്തോഷവും ആരോഗ്യവും മറ്റുള്ളവർ കൂടെ പകർന്നു കൊടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ദൈവം ആത്മാർത്ഥമായിട്ട് ഉപയോഗിക്കട്ടെ. അതിന് നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം. ഇന്ന് എന്നുള്ള അവസരം അടുത്ത നിമിഷത്തിൽ നമുക്കില്ലാത്തത് കൊണ്ട് തീരുമാനം ഇപ്പോഴാണ് രക്ഷാ ദിവസം, ഇപ്പോഴാണ് സുപ്രസാദകാലം. ഇനിയും നമുക്ക് ബാക്കി ഒന്നുമില്ലാത്തത് കൊണ്ട് നമുക്ക് കർത്താവിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ഇന്ന് കടന്നു വന്ന എല്ലാവർക്കും വ്യക്തിപരമായി നന്ദി അറിയിക്കുന്നു. സിസ്റ്റർ റീജ ഒരു പാട്ടിന്റെ ഒരു 4 ചരണമെങ്കിലും നമുക്ക് പാടി പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു. സിസ്റ്റർ റീജ ലാവേ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല, ശങ്കിക്കേണ്ട കാര്യമില്ല. ഭയമങ്ങൾ നീങ്ങുന്നു. ഭയം വേണ്ട, ഭയപ്പെടേണ്ട കാര്യമില്ല, ശങ്കിക്കേണ്ട കാര്യമില്ല. കർത്താവ് വ്യക്തിപരമായി നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയത്തെ കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ വീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ഇതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല, മാറി നിൽക്കേണ്ട കാര്യമില്ല. കിട്ടിയ സമയമാണ്. ഞാൻ 1 വർഷം കൂടെ വെള്ളം ഒഴിച്ച് വളം വിട്ട് നോക്കട്ടെ. ഈ വൃക്ഷത്തിന് ഫലം കിട്ടുവാണെങ്കിൽ ഞാൻ അതിനെ ഫലം കായ്ക്കുന്ന വൃക്ഷമാക്കി മാറ്റും. ഒട്ടും വേണ്ട സംശയം, രക്ഷിതാവു നിന്നെ ഇന്നു സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ ഇതാണ് വാഗ്ദത്തം, ഇതാണ് കരാർ. ഞാൻ നിന്നെ രക്ഷിക്കും, എന്റെ ജീവൻ ഞാൻ നിനക്കായി തന്നു. നിനക്ക് നിത്യരക്ഷ തരുവാനായിട്ട് ഞാൻ എന്റെ അവസാനത്തെ ചോരയും നിനക്ക് വേണ്ടി ചൊരിഞ്ഞു. അതുകൊണ്ട് നീ എന്റെ അടുത്തേക്ക് വാ, ഈ രാത്രിയിൽ. പക്ഷെ നാളെ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല, അടുത്ത നിമിഷം നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. കർത്താവ് നമ്മളെ ചേർത്ത് നിൽക്കാൻ ആഗ്രഹിക്കുന്നു, അവൻ നമ്മളെ കാത്തു സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ഉള്ളം കയ്യിൽ അവൻ വഹിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നമ്മളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ നദിയിലൂടെ കടക്കുമ്പോൾ അത് നിന്റെ മേലെ കവിയുകയില്ല, നീ അഗ്നിയിലൂടെ നടക്കുമ്പോൾ അത് നിന്നെ ദഹിപ്പിക്കയില്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നീ നിന്റെ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ വിളിക്കുന്നത് കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ലോകത്തിന്റെ പ്രയാസങ്ങളിൽ ഉഴന്നു നടക്കുന്നവരായി പോയിട്ടുണ്ടെങ്കിലും കർത്താവേ, നിന്റെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, നിന്റെ വലിയ ത്യാഗത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, നീ എന്നോട് കാണിച്ച ആ ബന്ധം, നീ എന്നോക്ക് വേണ്ടി എഴുതി തീർത്ത ആ കരാർ, ആ വാഗ്ദത്തം കർത്താവ് എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യമാക്കി തീർക്കാൻ കർത്താവ് എൻ്റെ ഹൃദയത്തെ മുഴുവനായി സമർപ്പിക്കുന്നു. അവിടുന്ന് അങ്ങ് സ്വീകരിക്കണമേ.
എൻ്റെ ഭയാശങ്കകൾ, എൻ്റെ രോഗങ്ങൾ, എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എൻ്റെ പ്രതിസന്ധികൾ, എൻ്റെ ബന്ധങ്ങൾ, സകലതും കർത്താവെ നിനക്കായി മാറ്റിവെക്കുമ്പോൾ നീ ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളിൽ ജീവിക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ആ പ്രതിസന്ധികളെയും അതിജീവിച്ച് കർത്താവെ നിന്നെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ കാണപ്പെടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ കാണുന്നവർ അങ്ങയെ കാണുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ. ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് കാവലും സുരക്ഷിതത്വവും നന്മയുമായിരിക്കണം. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണം. സകലതും യേശുവിന്റെ നാമത്തിൽ ചോദിക്കണോ, കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്നേഹവും കൂട്ടായ്മയും നാം കേട്ട വിഷയത്തോടും പ്രാർത്ഥിച്ച കാര്യങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും കാലാന്ത്യത്തോളം ഇരിക്കുമാറാവട്ടെ. ആമേൻ. അവനിൽ ഞാൻ ചേരുവേൻ, അവൻ കൂടെ വാണിടും.